അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകേണ്ട വികാരം എന്താണ്? നമ്മുടെ ഹബീബായ, നമ്മുടെ എല്ലാമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാണോ, അതല്ല അവിടുത്തെ വഫാത്താണോ നമ്മുടെ ഹൃദയത്തിൽ ആദ്യം കയറി വരിക? കേരളത്തിലെ ചരിത്രത്തിലേക്ക് ഒരു നിമിഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. കേരളത്തിലെ സമസ്തയുടെ പള്ളികളിൽ വർഷങ്ങളായി വെള്ളിയാഴ്ച ദിവസം അറബിയിൽ അവതരിപ്പിച്ചിരുന്ന ഖുതുബകളിൽ പ്രസിദ്ധമായ ഒന്നാണ് ഇബ്നു നുബാത്തയുടെ ഖുതുബകൾ. ഹിജറ 335 ജനിച്ച പ്രസിദ്ധ പണ്ഡിതനായ ഇബ്നു നുബാത്ത രചിച്ച ഖുതുബകളുടെ സമാഹാരമാണത്. ഓരോ മാസത്തെയും വെള്ളിയാഴ്ചകൾക്ക് അനുയോജ്യമായ വിഷയങ്ങൾ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ റബീഉൽ അവ്വൽ മാസം വന്നാൽ ഏത് വിഷയമാണ് സംസാരിക്കേണ്ടത് എന്ന് അദ്ദേഹം അവിടെ ഉണർത്തുന്നുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും. അവിടെ റബീഉൽ അവ്വൽ 1-ാം ജുമുഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. റബീഉൽ അവ്വൽ 2-ാം ജുമുഅ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ തുടർച്ചയാണ്. റബീഉൽ അവ്വൽ 3-ാം ജുമുഅ കാലത്തിൻ്റെ കളി, അതും അതിൻ്റെ തുടർച്ചയാണ്. റബീഉൽ അവ്വൽ 4-ാം ജുമുഅ കാലത്തിൻ്റെ കളിയും ഖിയാമം നാളും. റബീഉൽ അവ്വൽ 5-ാം ജുമുഅ മരണം, പരലോകം. സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് വളരെ ഗൗരവമായി ചിന്തിക്കാനുള്ള ഒരു കാര്യമുണ്ട്. റബീഉൽ അവ്വൽ മാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തെക്കുറിച്ച് ഒരു സൂചന പോലുമില്ല. മറിച്ച് ഈ ഖുതുബയിൽ സംസാരിക്കാൻ ആവശ്യപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടാണ് ഈ ഖുതുബയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മരണമാണ് ഓർമ്മിപ്പിക്കുന്നത്, പരലോകമാണ് ഓർമ്മിപ്പിക്കുന്നത്, ഖിയാമത്ത് നാളാണ് ഓർമ്മിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ഒരു ആഘോഷത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നതുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുകയും അവിടുത്തെ സുന്നത്ത് പിന്തുടരുകയും അവിടുന്ന് പഠിപ്പിച്ച തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം സാക്ഷാത്കരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള യഥാർത്ഥ സ്നേഹത്തിൻ്റെ പ്രകടനം. സഹോദരങ്ങളെ, ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബ്നു നുബാത്തയുടെ ഖുതുബകളെക്കുറിച്ച് മുജാഹിദുകൾ ചോദ്യമുന്നയിക്കാൻ തുടങ്ങിയപ്പോൾ സമസ്തയുടെ പല പള്ളികളിലും ഈ പഴയ ഖുതുബകൾക്ക് പകരം ഇന്ന് പുതിയ ഖുതുബകൾ അവതരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് AP വിഭാഗത്തിൻ്റെ പള്ളികളിൽ നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ ഖുതുബകളും EK വിഭാഗത്തിൻ്റെ പള്ളികളിൽ ജലീൽ സഖാഫി പുല്ലാരയുടെ ഖുതുബകളും ഇന്ന് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇവിടെ നാം ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയല്ല. പക്ഷേ ഒരു കാര്യം ചോദിക്കുകയാണ്. ഒരിക്കൽ റബീഉൽ അവ്വൽ മാസം വന്നാൽ പള്ളി മിമ്പറിൽ നിന്ന് കേട്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും മരണവും പരലോകവും ഒക്കെ ആയിരുന്നു. ഇന്ന് അതേ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടാണ് ഈ സമസ്തയിലെ പണ്ഡിതന്മാർ തിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ആവേശത്തിലേക്കാണ് ഇവർ ജനങ്ങളെ ക്ഷണിക്കുന്നത്. മരണത്തെ ധാരാളമായി ഓർമ്മിപ്പിച്ചിരുന്ന ഒരു മാസത്തിൽ നിന്ന് ജന്മദിന ആഘോഷത്തിൻ്റെ ഒരു മാസമായി ഈ ഒരു മാസത്തെ ചിത്രീകരിക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ ഓർമ്മിപ്പിക്കുന്ന വാക്കുകൾ സമസ്തയുടെ പള്ളി മിമ്പറിൽ നിന്ന് പതുക്കെ അപ്രത്യക്ഷമാവുകയും അതിനു പകരം നബിദിനാഘോഷത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പ്രവാചക സ്നേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ വളരെയധികം ശക്തമാവുകയും ചെയ്യുമ്പോൾ നമുക്കതിനെ വെറും ഒരു പ്രസംഗത്തിലെ മാറ്റമായിട്ട് കാണാൻ സാധിക്കുകയില്ല. ഇത് നമ്മുടെ ഈമാനിനെക്കുറിച്ച്, നമ്മുടെ തഖ്വയെക്കുറിച്ച്, നമ്മുടെ മതബോധത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ അവ്വലിലായിരുന്നു. അവിടുത്തെ വിയോഗത്തിൽ സഹാബികൾ കണ്ണീരൊഴുക്കിയതാണ് ചരിത്രം. അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിക്കാനാണ് അവരെല്ലാവരും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ഓർമ്മ മായ്ച്ചു കളഞ്ഞ്
നബിദിന ആഘോഷത്തിൻ്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ ബാക്കി വെക്കണം എന്നതാണോ സമസ്ത പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ടത്? സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി നമ്മളൊന്ന് സ്വയം ചിന്തിക്കാൻ വേണ്ടി പറയട്ടെ. ഇബ്നു നുബാത്തയുടെ കുതുബയിൽ റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ് ഓർമ്മിപ്പിക്കുന്നത് എങ്കിൽ അതേ മാസം നബിദിനാഘോഷം ഒരു മതപരമായ പുണ്യകർമ്മമായി അവതരിപ്പിക്കാൻ എന്ത് തെളിവാണ് സമസ്തയുടെ കയ്യിലുള്ളത്? ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഇബ്നു നുബാത്തയുടെ ഖുത്ബ സമാഹാരത്തിൽ റബീഉൽ അവ്വൽ മാസത്തിലെ പ്രത്യേക പുണ്യ ആചാരമായി മൗലീദ് ആഘോഷം കാണുന്നില്ല എങ്കിൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കടന്നു വന്ന നബിദിനം എന്ന ഈ ഒരു ദുരാചാരത്തെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുക? സഹോദരങ്ങളെ, ഇത് ആരെയെങ്കിലും പരിഹസിക്കാനുള്ള ഒരു ചോദ്യമല്ല, ആരെയെങ്കിലും അപമാനിക്കാനുള്ള ഒരു ചോദ്യമല്ല. നമ്മുടെ മതത്തെക്കുറിച്ച് നമ്മൾ സത്യസന്ധമായി ചിന്തിക്കണമെന്നുള്ള വളരെ നസീഹത്തോടു കൂടിയുള്ള ഒരു ചോദ്യമായിട്ടാണ് ഇവിടെ എടുത്തു ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചത് എന്ന് അന്വേഷിക്കേണ്ടതില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതില്ലേ? നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഈ മാസത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതില്ലേ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ നമുക്ക് സ്വയം തോന്നിയ നമ്മുടെ ഇഷ്ടങ്ങൾ അത് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള അവസരമാക്കി അതിനെ ഒരിക്കലും നമ്മൾ എടുക്കാൻ പാടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മതത്തെ അതേപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ പ്രവാചകനെ ഏറെ സ്നേഹിച്ച സ്വഹാബികളുടെ ഹൃദയം അത് എങ്ങനെയായിരിക്കും? അവിടെ കണ്ണുകൾ നിറഞ്ഞില്ലേ? അവരുടെ ഹൃദയം തകർന്നില്ലേ? അവർക്ക് അവരുടെ പ്രിയപ്പെട്ട റസൂലിനെയാണ് അന്നേരം നഷ്ടപ്പെട്ടത്. അങ്ങനെയുള്ള ആ ഒരു റസൂലിൻ്റെ വേർപാടിൻ്റെ പേരിൽ നാം ഇന്ന് എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ആ ഒരു ദിവസം പ്രത്യേകമായി ആഘോഷിക്കുന്നത് ജന്മദിനത്തിൻ്റെ പേരിൽ അതൊരു അലങ്കാരമായി കൊണ്ട് പിശാച് കാണിച്ചു കൊടുക്കുമ്പോൾ സഹോദരങ്ങളെ, പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകളുടെ ഹൃദയം അവർ നൊമ്പരപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കുന്നുണ്ടോ? അവിടുന്ന് പഠിപ്പിച്ച തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ? അവിടുന്ന് നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? ഇതൊന്നും പരിഗണിക്കാതെ ഒരു പ്രത്യേക ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചാൽ മാത്രം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പൂർത്തിയായി എന്ന് നമുക്കൊരിക്കലും കരുതാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ തെറ്റുണ്ട് എന്നല്ല പറയുന്നത്. അവിടുത്തെ ജീവിതം പഠിക്കുന്നതിൽ തെറ്റുണ്ട് എന്നല്ല പറയുന്നത്. അവിടുത്തെ സ്വഭാവം കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിൽ തെറ്റുണ്ട് എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു പ്രത്യേക ദിവസം ഒരു പ്രത്യേക രൂപത്തിൽ ഒരു പ്രത്യേക പുണ്യകർമ്മമായി ആഘോഷിക്കാൻ നമ്മുടെ ശരീഅത്തിൽ തെളിവുണ്ടോ എന്നതാ ചോദ്യം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വികാരങ്ങളെക്കാൾ തെളിവുകൾക്ക് പ്രാധാന്യം നൽകാം. യഥാർത്ഥത്തിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ സുന്നത്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. അവിടുന്ന് പഠിപ്പിച്ച തൗഹീദാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ ഒരു ദിവസം ആഘോഷിക്കുന്നതല്ല, അവിടുത്തെ സുന്നത്ത് ജീവിതത്തിലെ ഓരോ ദിവസവും ജീവിപ്പിക്കുന്നതിലാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവരിലും അവിടുത്തെ സുന്നത്ത് പരിപൂർണമായി ജീവിതത്തിൽ പകർത്തുന്നവരിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നൽ ഉലമാഅ ലം യുവർരിസു ദിർഹമൻ വലാ ദീനാറൻ വഇന്നമാ വറത്തുൽ ഇൽം